ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പരിപാടി എന്താണെന്ന് വെച്ചാൽ അവരുടെ ടെക് ഫെസ്റ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണിലെ അദ്വിക 24 എന്ന് പറയുന്ന ടെക് ഫെസ്റ്റിനെ പറ്റിയാണ്. സോ വെൽക്കം ടു അദ്വിക 24. ഫസ്റ്റ് ഡേയിലെ മെയിൻ ഇവൻ്റ് ആണ് ഓട്ടോ ഷോ. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് അവിടുത്തെ ഓട്ടോ ഷോ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം അവർ പോസ്റ്ററിൽ പറഞ്ഞേക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് GTയും സുപ്രയും ഒരുമിച്ചൊരു ഫേസ് ടു ഫേസ് വരുന്നതെന്ന്. സോ അതായിരുന്നു ഓട്ടോ ഷോയുടെ പ്രത്യേകത. ട്രാംസ് എന്നാണ് നമ്മൾ ആ ഒരു ഓട്ടോ ഷോയുടെ പേരിട്ടേക്കുന്നത്. സോ കുറച്ച് വിഷ്വൽസിലേക്ക് പോകാം. സത്യം പറയില്ല, പരിപാടി നടക്കുമ്പോൾ ഇത്രയും ആൾക്കാരൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ കോളേജ് അത്യാവശ്യം അകത്തോട്ട് ഉള്ളിലോട്ടാണ്. പക്ഷേ കുറേ വന്നാലേ അതങ്ങോട്ട് ബസ്സും വലുതായിട്ടൊന്നും എപ്പോഴൊന്നും ഇല്ല. എങ്കിലും അത്ര സിറ്റിയിലോ അങ്ങനെ മെയിൻ റോഡിലോ ഒന്നും അല്ല ഞങ്ങളുടെ കോളേജാണ്. പക്ഷേ ഇത്രയും ആൾക്കാർ ഇത്രയും കാറ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വിജയം തന്നെ സംഭവം. ഓട്ടോഷോ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എ സി റൂമായ ഞങ്ങളുടെ ഗെയിമിംഗ് റൂമിലേക്ക് കയറി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഗെയിമിംഗ് റൂം സെറ്റ് ചെയ്തേക്കുന്നത്. സംഭവം അവിടെ ചെന്നപ്പോഴത്തേക്കും VR ഗെയിമിംഗ് PS5 അങ്ങനെ കുറേ സാധനങ്ങളും കുറേ ലാപ്ടോപ്സും അസ്യൂസ് സ്പോൺസർ ചെയ്ത കുറേ ലാപ്ടോപ്സൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തെല്ലാം ഒന്ന് ജസ്റ്റ് ഗെയിമൊക്കെ കളിച്ച് ട്രൈ ചെയ്ത് നോക്കി. കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. VR ഒട്ടും പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു VRലൊക്കെ കളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇവിടുത്തെ ഓരോ എക്സ്പോയും EC ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ പാർട്സും ഓരോ ഇലക്ട്രോണിക് പാർട്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എക്സ്പോയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കുറേ ജൂഡോ കളിക്കുന്നതും ആർച്ചറി അങ്ങനെ ഓരോ പെയിൻറ്റ് ബോൾ അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ എൻട്രി ഫീസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറാം. അങ്ങനെയൊക്കെ ഓരോ ഡേ 1 അവസാനമാണ് നമ്മളെ ഫസ്റ്റ് പ്രൊഷ നടക്കാൻ പോകുന്നത്. സംഭവം MHR, ജോക്കർ, SA ഈ 3 റാപ്പേഴ്സ് ഒരുമിച്ച് വരുന്നൊരു സ്റ്റേജിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. കിടിലൊരു പരിപാടിയായിരുന്നു സംഭവം. നിങ്ങൾ കണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഈ ഒരു പരിപാടി മാത്രമായിരുന്നില്ല. അതിൻ്റെ ആദ്യം തന്നെ നമുക്ക് വോക്കൽ ഡൂഡിൻ്റെ ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നീട് ഫ്ലൂട്ടിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതെല്ലാം അതിന് തൊട്ട് മുന്നേയായിട്ട് പ്രീ ഇവൻ്റായിട്ട് നടത്തിയതാണ്. സംഭവം മെയിൻ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ MHRൻ്റെ പ്രോഗ്രാം MHR ജോക്കർ SAയുടെ പ്രോഗ്രാം ആദ്യമായിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും നമ്മൾ ഒരു മോർണിംഗ് സെക്ഷനിൽ ജസ്റ്റ് ഗെയിമിംഗ് റൂമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ എക്സ്പോ അതുപോലെ നടന്നു. പിന്നെ കുറച്ച് കോമ്പറ്റീഷൻസ്, ഈ പോസ്റ്റർ ഡിസൈനിങ് അങ്ങനെ കുറേ കോമ്പറ്റീഷൻസും ചില ഗെയിംസും ചാലഞ്ചസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കോമ്പറ്റീഷൻ ആയിരുന്നു രണ്ടാമത്തെ ദിവസം കൂടുതലായിട്ട് നടക്കുന്നത്. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ മെയിൻ ഇവന്റിലേക്ക് പോകാൻ പോകുന്നത്. മെയിൻ ഇവന്റ് തൊട്ട് മുമ്പായി പ്രീ ഇവന്റ് ഉണ്ടായിരുന്നു. അതിന് ഗോകുൽ എന്ന് പറയുന്ന ഒരു വയലിനിസ്റ്റിന്റെ ഒരു വയലിൻ പ്രോഗ്രാം ആയിരുന്നു പ്രീ ഇവന്റ് ആയിട്ട് നടത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ ഇവന്റ് ആയിട്ട് സൂരജ് സന്തോഷിന്റെ ലൈവ്. സംഭവം ഒന്നും പറയാനില്ല. വീഡിയോയിൽ മൊത്തം കിട്ടിയോന്നും എനിക്ക് അറിഞ്ഞൂടെങ്കിലും അത്യാവശ്യം കിട്ടിയ വിഷ്വൽസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
ലാസ്റ്റായിട്ട് അലക്സാണ്ടർ, നമ്മുടെ ബിഗ് ബോസിലൊക്കെ വന്ന അലക്സാണ്ടർ ഇല്ലേ, ആ ഒരു അലക്സാണ്ടറുടെ DJ ആയിരുന്നു. അങ്ങനെ ഒരു അദ്വിക 24 അവസാനിച്ചിരിക്കുകയാണ്. സംഭവം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, ഡാൻസൊക്കെ കളിക്കുന്നതിൻ്റെയും അത് അലമ്പിയൻ്റെ എല്ലാത്തിൻ്റെ ക്ഷീണം. സോ ഇതായിരുന്നു നിങ്ങളുടെ ടെക് ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ. ഇതെല്ലാം ചുരുക്കിയാണ് പറഞ്ഞത്, ജസ്റ്റ് ഓടിച്ചെല്ലാം എൻ്റെ കൈ കിട്ടിയ വിഷ്വൽസ് എല്ലാം വെച്ചിട്ടൊന്ന് ഓടിച്ച് പറഞ്ഞതാണ്. കോളേജൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയമാണല്ലോ, അപ്പം ഞങ്ങളുടെ കോളേജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും റിവ്യൂ ഒക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സംഭവം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക താല്പര്യമുള്ളവർ. സോ മറ്റൊരു വീഡിയോ കാണാവുന്നവരെ ഗുഡ് ബൈ.